നമ്മളെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പുകട ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അത് അളന്നെടുക്കണം. അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്തിട്ട് വേണം ഇത് വാട്ടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഗ്ലാസ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന സെയിം അരിപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ ആവശ്യത്തിന് തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിൽ കൃത്യ അളവൊന്നുമില്ല. പിന്നെ ശർക്കരയാണ്. ശർക്കര ചീവി എടുക്കാം. ഞാനിത് അരച്ച് വെച്ചിരുന്ന ശർക്കരയാണ് കേട്ടോ ജസ്റ്റ്. പിന്നെ ഞാൻ 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം. ഓരോ പൊടിക്കനുസരിച്ചിട്ടും വെള്ളത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ സ്റ്റൗവിനകത്ത് ഗ്യാസിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളച്ച ശേഷം നമ്മൾ ഈ പൊടി നേരത്തെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായി തിളക്കുന്നുണ്ട്. തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. തിളച്ച ശേഷം നമ്മൾ പൊടി ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പൊടി കരിഞ്ഞു പോകും. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നമ്മൾ ഈ പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് എല്ലാ ഭാഗവും പൊടി നന്നായി ഒന്ന് വെന്ത് കിട്ടണം. എല്ലാ പൊടികളും അതിനകത്ത് നന്നായി വേവണം. ഇനി വേവാത്ത പൊടിയൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ കുഴക്കുന്ന സമയത്ത് അത് എന്താ പറയുക ശരിയാവില്ല. അതായത് ആ പൊടി കുഴക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നന്നായിട്ട് കുഴച്ച് ചെറു തീയിലിട്ടിട്ട് പിന്നെ അതിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നന്നായി വേവിച്ച് ഒരു 2-3 മിനിറ്റ് എല്ലാം നന്നായി ഇളക്കിയ ശേഷം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുക. ചെറു ചൂടോട് കൂടി, ചൂട് നന്നായി പോകരുത്, ചെറിയ ചൂടോട് കൂടി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴക്കുന്ന അത്രത്തോളം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏകദേശം നന്നായി ഒന്ന് കുഴച്ച് മാവൊക്കെ സെറ്റ് ആവുന്നത് വരെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വലിപ്പമുള്ള ബോളുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരി പരത്തുന്നത് പോലെ നൈസായി പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം സൈസൊക്കെ പരത്തിയെടുത്താൽ മതി. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് കട്ടിയില്ലെങ്കിൽ എന്താവും, അത് പെട്ടെന്ന് നമ്മൾ ആവി കയറ്റുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ കട്ടിയാവുമ്പോൾ നമ്മൾ ഒരുപാട് മാവ് വെന്ത് കഴിക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം സൈസ്, ഒരു പത്തിരിനേക്കാൾ കുറച്ച് ഇതിലായിട്ട് പരത്തിയെടുക്കണം. അങ്ങനെ ആവശ്യത്തിന് നമ്മൾ ബോളുകളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വലുപ്പത്തിലുള്ള എത്ര നമുക്ക് വേണം അതിനനുസരിച്ചുള്ള ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്തിരുന്ന ഓരോ മാവ് എടുത്തത് നമ്മുടെ കയ്യിൽ പ്രസ് ഉണ്ടെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ പരത്തിയിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട്, ഇത് അരിപ്പൊടി തന്നെയാണ്, അത് ഇട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുണ്ട് ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം അത് ഇതേപോലെ പരത്തിയെടുക്കാം കേട്ടോ. ഇത് പരത്തുന്ന സമയത്ത് കൃത്യം റൗണ്ട് ഷേപ്പായി കിട്ടണമെന്നൊന്നും ആവശ്യമില്ല. പത്തിരിൻ്റെ പോലെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പായി കിട്ടിയാൽ മതി. കാരണം നമ്മൾ ഈ ഒരു അച്ചിനകത്താണ് നമ്മൾ വെച്ചിട്ട് ആക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യം കുറച്ച് വലിപ്പം ഉണ്ടാവണം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒന്നെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ടണ്ട, ഒരുപാട് ഇട്ടാലും അതൊരു ടൈറ്റായിട്ട് പൊട്ടിപ്പോരും. പിന്നെ കുറച്ച് ശർക്കര നമ്മൾ ചീക എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത്, ഞാനത് അരച്ച ശർക്കര ഉള്ളത് കൊണ്ട് അങ്ങനെ ചേർത്തു എന്നേ ഉള്ളൂ. എന്നാൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിന് മുകളിലുള്ള എക്സ്ട്രാ ഭാഗം നമ്മളിന്ന് മാറ്റി കൊടുത്താൽ മതി. നല്ല പൂ പോലുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി പുകടയുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ പറയണേ. ഇത്രയേ ഉള്ളൂ. എന്ത് അഭിപ്രായം വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയെന്നുള്ളൂ, അല്ലാതെ ഫാസ്റ്റായി ചെയ്യുന്നതല്ല കേട്ടോ. പണ്ട് നമ്മളിതുപോലെ പ്രസ്സൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ അമർത്തി കൊടുക്കാന്നുണ്ടോ, അങ്ങനെ ചെയ്താകുമ്പോൾ പെട്ടെന്ന് നമ്മളെ പണി കഴിഞ്ഞ് കിട്ടും. അതിനാണ് നമ്മൾ ഈ പ്രസ് വളരെ നല്ലതാട്ടോ. ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന മാവുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും പരത്തിയെടുത്തിട്ട് ഇതേപോലെ നമുക്ക് വീണ്ടും എക്സ്ട്രാ കുറച്ചുകൂടി പുക കിട്ടും. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് നമ്മൾ ഗ്യാസിനകത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായി ആവി വന്ന ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പുകട ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്, അരിപ്പൊടി കൊണ്ടല്ല. അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ട് ഗോതമ്പ് പൊടിയാണ് മാത്രം, എന്നിട്ട് അത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ നന്നായി ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ. പരത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് മുഴുവനായിട്ട് ആവി കയറുന്നതാണല്ലോ. അങ്ങനെ ഏകദേശം ഒരു 4-5 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി ആവി വന്ന ശേഷം നമ്മളിതെടുത്ത് നോക്കിയിട്ടുണ്ട്. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല, ഒരു 4-5-6 മിനിറ്റ് വെച്ചാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ ഇത് വെന്തതിന് ശേഷമാണ് നമ്മൾ കുഴച്ചുണ്ടാക്കിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ ആ
തേങ്ങയും ശർക്കരയും ഒക്കെ ഒന്നിച്ച് നല്ലൊരു സോഫ്റ്റായി കിട്ടണം, നന്നായി വെന്ത് കിട്ടണ്ടേ. അതിനെ നമ്മളങ്ങനെ വേവിച്ചെടുത്തു. 4 മണിക്ക് കഴിക്കാനായിട്ട് അടിപൊളി പുകട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ.